മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഒട്ടുപാല സതീഷിൻ്റെ വാക്കും കേട്ട് മാർക്കോയും അനന്തും ആ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് വരുന്നുണ്ടെങ്കിലും അവിടെ കുഞ്ഞിനെ കാണുന്നില്ല. ആ സമയത്ത് അനന്തു ആണെങ്കിൽ ആകെ ടെൻഷനാവുന്നുണ്ട്. മാർക്കോ നല്ല ധൈര്യം കൊടുക്കുന്നുണ്ടെങ്കിലും അനന്ത് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ പോലെ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. ഞാനിപ്പോൾ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കണം. ഇനി എനിക്ക് നീലമോളെ എവിടെ നിന്ന് കിട്ടൂടാ. കണ്ണനോട് ഞാൻ എന്ത് സമാധാനം പറയുമെന്നൊക്കെ ചോദിക്കുമ്പം മാർക്ക് പറയുന്നുണ്ട്, അനന്ത് സാറ് കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് ഇത്രയധികം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ആ കുഞ്ഞിനെ നമ്മൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ വേറെ ഉണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. അത് ദൈവത്തിൻ്റെ കാവലുള്ള കുഞ്ഞാണ്. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഇപ്പോൾ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചാലും അത്ര പെട്ടെന്നൊന്നും കുഞ്ഞ് മരിക്കൂല. അന്നേരം അനന്തുവിന് അത് കേട്ടിട്ട് വിശ്വാസമൊന്നും ആവണില്ല. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, നമുക്കൊരു പണി ചെയ്യാം അനന്ത് സാറ്, നേരെ അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാം. ഇനിയിപ്പോൾ നമ്മുടെ മുന്നിൽ ആ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ദൈവം തന്നെ നമ്മൾക്ക് കുഞ്ഞിനെ കാണിച്ചു തരട്ടെ. അങ്ങനെ അനന്തും മാർക്കോയും കൂടി പ്രാർത്ഥിക്കാനായിട്ട് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, എടാ പ്രതാപ, ആ മോഹിനി പറഞ്ഞത് നീ കേട്ടില്ലേ? കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം വീട്ടാൻ പുറത്ത് ആളുണ്ടെന്ന്. അവൾ ഉദ്ദേശിച്ചത് ആ മാർക്കോയെ തന്നെയാടാ. ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി അമ്മേ. ഇനി ആ കുഞ്ഞ് മരിച്ചിട്ട് മാർക്കോ എന്നെ കൊന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ മോളുടെ മുഖത്തൊരു സന്തോഷം കാണുമല്ലോ. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എടാ കുഞ്ഞ് മരിച്ചാൽ നിൻ്റെ മോളുടെ മുഖത്ത് സന്തോഷം ഉണ്ടാവും. പക്ഷേ നീയും കൂടി മരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മോളുടെ അവസ്ഥ എന്താവൂടാ? ആ ഉണ്ണിയെക്കുറിച്ച് നിനക്ക് അറിയാവുന്നതല്ലേ. ഇപ്പം തന്നെ അവൻ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ പണവും സ്വത്തും സ്വർണവും ഒക്കെ കണ്ടിട്ടാണ് കരണമോളെ കൊണ്ടുപോയത് തന്നെ. ഇനി അവനൊന്നും കിട്ടൂല എന്ന് മനസ്സിലായ നമ്മളുടെ മോളെ ഉപേക്ഷിക്കാനും അവൻ മടിക്കില്ലടാ. നീ ഉണ്ടെങ്കിൽ അവനക്ക് നിന്നെ ഒരു പേടി ഉണ്ടാവുമെന്ന്. അന്നേരം പ്രതാപം പറയുന്നുണ്ട്, അവൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ ആദ്യം ഞാൻ തീർക്കാൻ പോകുന്നത് അവനെ തന്നെയായിരിക്കും. അതുപോലെയുള്ളൊരു മണ്ണുണ്ണീനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിച്ചല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കിപ്പോൾ വിഷമം. ആ വാമദേവനെ ഇപ്പം എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ അവനെ തീർത്ത് കളയുമെന്ന്. ആ സമയത്ത് മോഹിനി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും അധികം സന്തോഷിക്കുകയൊന്നും വേണ്ട. ലക്ഷ്മി മോളുടെ കുഞ്ഞിനെ അധികം വൈകാതെ തന്നെ തിരികെ കിട്ടും. ആ കുഞ്ഞിന് ഭഗവാന്റെ കാവലുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അന്ന് നിങ്ങൾ അച്ഛനും അമ്മയും മോളും കൂടെ ചേർന്ന് എൻ്റെ മോൾക്ക് വിഷം കൊടുത്തിട്ടും മോൾക്കോ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ? അതുമാത്രമാണോ കരുണ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ടിട്ടും മരിക്കാത്ത കുഞ്ഞാത്. അതുകൊണ്ട് അതിനെ പെട്ടെന്നൊന്നും കൊല്ലാൻ ആർക്കും പറ്റില്ല. ഇനി കുഞ്ഞ് മരിച്ചു എന്ന് ഓർത്ത് സന്തോഷിക്കുകയൊന്നും വേണ്ടാന്ന് പറയുമ്പം പ്രതാപം പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് മോഹിനി പറയണേ? ഒരു കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തിനാണ് സന്തോഷിക്കണമെന്ന് ചോദിക്കുമ്പോൾ, അതല്ല, നിങ്ങൾ അച്ഛനും മുത്തശ്ശിയും മോളും കൂടെ ചേർന്ന് എല്ലാം പ്ലാൻ ചെയ്തതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ തന്നെ കരുണമോള് കണ്ണൻ്റെയും ലക്ഷ്മി മോളുടെയും സൈഡായി. ഇപ്പോൾ ആർക്കും നന്ദിയില്ല സ്നേഹവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എണ്ണിപ്പറക്കിയത് അത് നിങ്ങൾ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇനി കുഞ്ഞിനെ കാണാതായതിൻ്റെ പിന്നിൽ കരുണയ്ക്ക് പങ്കുണ്ടോയെന്ന് ആരെങ്കിലും സംശയിച്ചെങ്കിലോ എന്ന് കരുതി നിങ്ങൾ കരുണയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വയ്ക്കുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇതെന്തൊക്കെയാടി മോഹിനി നീ പറഞ്ഞുണ്ടാക്കണേ? കുഞ്ഞിനെ കാണാതായെങ്കിൽ അതിന് ഞങ്ങളാണോ ഉത്തരവാദി? ആ അനന്തുവിൻ്റെ കെട്ടുകളോട് ചോദിക്കണം. അവളല്ലേ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ലല്ലോ, കുഞ്ഞിനെ നോക്കാനായിട്ട് വേറൊരു സ്ത്രീയും നിൽക്കണില്ലേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയും അനന്തും ആണെങ്കിൽ അയ്യപ്പ ഭഗവാന്റെ മുന്നിൽ പോയി നിന്നിങ്ങനെ നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് സിദ്ധയായ അമ്മ വന്ന് ഇവരുടെ പ്രാർത്ഥന ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് അനന്ത് തിരിഞ്ഞതും അമ്മയെ കണ്ടിട്ട് അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പം, പിന്നെ ഞാൻ കാര്യങ്ങൾ അറിയാതെ ഓൻ എന്താ വിചാരിച്ച എന്നെക്കുറിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടേ ഇരിക്കണേന്ന് പറയുമ്പോൾ മാർക്കോ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്താ അമ്മ കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കാത്തതെന്ന് പറയുമ്പോൾ, അതിന് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല മോനെ, മോൻ സമാധാനമായിട്ടിരിക്കുക. എന്നിട്ട് കുഞ്ഞ് എവിടെ അമ്മയെന്ന് ചോദിച്ചതും കുഞ്ഞിപ്പോൾ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തുണ്ട്. അധികം വൈകാതെ തന്നെ ആ മോള് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട, സമാധാനമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുന്നു. ആ സമയത്ത് അനന്തും അങ്ങോട്ട് വരുന്നതും ആ അമ്മ പറയുന്നുണ്ട്, മോനും മോൻ്റെ ഭാര്യയും കാരണം കുഞ്ഞ് നഷ്ടപ്പെട്ടേന്ന് ഓർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട. കുഞ്ഞിനെ അധികം വൈകാതെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് തിരികെ കിട്ടും. അതുമാത്രമല്ല, ആ കുഞ്ഞിനെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചവരെ ഞാൻ വെറുതെ വിടാനും പോണില്ല. അതാരാ അമ്മയെന്ന് ചോദിച്ചതും അതൊക്കെ വൈകാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും മക്കളിപ്പോൾ സമാധാനമായിട്ട് പോയിക്കോന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജു ആണെങ്കിൽ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ മുന്നിൽ തിരി കൊളുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് നീലമുള തിരികെ തരണേ ഭഗവാനെന്നും പറഞ്ഞു. ആ സമയത്ത് ദുർഗ അങ്ങോട്ട് വരുന്നുണ്ട്. ദുർഗയും അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയം കരുണയാണെങ്കിൽ പൂജാമുറിയുടെ ഡോർ ഇങ്ങനെ തുറന്നു നോക്കിയതും അമ്മയും മോളും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം കണ്ടിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അമ്മയും മോളും എത്ര തല കുത്തി നിന്ന് പ്രാർത്ഥിച്ചാലും ഇനി ആ കുഞ്ഞിനെ തിരികെ കിട്ടാനൊന്നും പോണില്ല. ഈ ഓണം എനിക്ക് സന്തോഷിക്കാനുള്ളതാണ്. ആ കണ്ണനും ലക്ഷ്മിയും കരയുന്നത് എനിക്ക് കാണണം. അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ ഇത്രയൊക്കെ കഷ്ടപ്പാട് സഹിച്ചത്. ഇനി എന്തായാലും ആ കണ്ണൻ്റെയും ലക്ഷ്മിയുടെയും ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. അതുമാത്രമല്ല,
ആ ലേഖേനെ അനന്തൂനെയും ഇനി ലക്ഷ്മിയും കണ്ണനും ശത്രുക്കളായിട്ടാണ് കാണുള്ളൂ എന്ന്. അങ്ങനെ ഇവള് വിചാരിച്ച് നിൽക്കുമ്പം പെട്ടെന്ന് തന്നെ മഞ്ജു നോക്കുമ്പോൾ ഇവളിങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കണെയാണ് കാണുന്നത്. അത് കണ്ടതും മഞ്ജുവിന് ദേഷ്യം വന്നിട്ട് മഞ്ജു ദുർഗയോട് പറയുന്നുണ്ട്, അതേ അമ്മയെ നോക്കിക്ക് അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കണുണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ പിന്നിൽ അവളും അവളുടെ അച്ഛനും ആണെന്ന് എനിക്ക് തോന്നണേന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല മോളെ, കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആ പ്രതാപം തന്നെയായിരിക്കും. അത് വേറെ ഒന്നിനും വേണ്ടിയായിരിക്കില്ല അയാളത് ചെയ്തത്. അയാളുടെ മോളുടെ മുഖത്ത് ചിരി കാണാൻ വേണ്ടിയിട്ടായിരിക്കും. മോളുടെ സന്തോഷത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ മടിക്കാത്തവന് ആ പ്രതാപനും പ്രതാപൻ്റെ അമ്മയെന്ന്. ഇതേ സമയം നമ്മളുടെ SI ആണെങ്കിൽ ഇങ്ങനെ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ സമയത്താണ് ഈ വൃദ്ധനായ ഫിഷക്കാരൻ അവിടെ ഇരിക്കണ കാണുന്നത്. അങ്ങനെ SI ഫിഷക്കാരൻ്റെ അടുത്തേക്ക് വരുമ്പം ഫിഷക്കാരൻ പേടിയോടുകൂടി ഈ കുഞ്ഞിനെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കുന്നുണ്ട്. ആ സമയത്ത് SI പോലീസുകാരോട് പറയുന്നുണ്ട്, എടാ അയാളുടെ നിപ്പിൽ എന്തോ പന്തികേടുണ്ടല്ലോ, അയാളുടെ കയ്യിലിരിക്കണ ആ പൊതി കണ്ടിട്ട് ഒരു കുഞ്ഞു പോലെ തോന്നണില്ലേന്ന് ചോദിക്കുമ്പം പോലീസുകാരൻ പറയുന്നുണ്ട്, സാറേ അതൊരു കുഞ്ഞ് തന്നെയാണെന്നാണ് തോന്നണേന്ന്. അങ്ങനെ SIയും പോലീസുകാരും ഈ വൃദ്ധൻ്റെ അടുത്തേക്ക് ചെല്ലണ സമയത്ത് വേഗം തന്നെ നീലമോള് കരയുന്നുണ്ട്. നീലമോളുടെ കരച്ചിൽ കേട്ടതും SI ആണെങ്കിൽ ശരിയാടാ അതൊരു കുഞ്ഞ് തന്നെയാണ്, ഇവിടെ നിൽക്കടാന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ചെന്നതും അയാളാണെങ്കിൽ പേടിച്ച് ഓടാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് SIയും പോലീസുകാരും ഓടിച്ചെന്ന് അയാളെ പിടിച്ചതും അയാളുടെ കയ്യിലിരിക്കുന്ന നീലമോളെ കണ്ട് SI ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടെ നിന്നാടാ ഈ കുഞ്ഞിനെ കിട്ടിയ, നീ എവിടെ നിന്ന് മോഷ്ടിച്ചതാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എവിടെ നിന്ന് മോഷ്ടിച്ചതല്ല സാറേ, ആ വേസ്റ്റ് കിടന്നിടത്ത് കിടന്ന് കിട്ടിയതാന്ന് പറഞ്ഞതും ഈ SI ചോദിക്കുന്നുണ്ട്, അതെന്താടാ കുഞ്ഞുങ്ങളെയൊക്കെ വേസ്റ്റിൻ്റെ കൂടെ ഇടുവാണ് ആൾക്കാർ, നീ കള്ളം പറയരുത്, ഇത് ആ അനന്ത സാറിൻ്റെ വീട്ടിൽ നിന്ന് നീ മോഷ്ടിച്ച് കൊണ്ടുവന്ന കുഞ്ഞല്ലേ എന്ന് ചോദിക്കണം. അന്നേരം ഈ പിശക്കാരൻ പറയുന്നുണ്ട്, അല്ല സാറേ ഞാൻ പറയുന്നത് സത്യം, എനിക്ക് ഈ കുഞ്ഞിനെ അവിടെ കിടന്ന് കിട്ടിയതാണ്, എന്നിട്ട് നീ ഈ കുഞ്ഞിനെ കൊണ്ട് എവിടെ പോവായിരുന്നു എന്ന് ചോദിക്കുമ്പം അവിടെ കിടന്നാൽ ഈ കുഞ്ഞിനെ വല്ല നായ്ക്കളും കടിച്ചെങ്കിലോ എന്ന് കരുതി ഞാൻ എടുത്തു കൊണ്ടുവന്നതാ സാറേ എന്ന് പറയണു. അങ്ങനെ ഈ SI ആണെങ്കിൽ വേഗം തന്നെ ഫോണെടുത്ത് മാർക്കോയെ വിളിക്കുന്നുണ്ട്. മാർക്കോ ഫോൺ എടുത്തതും എന്താ ഈ സാറേ കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. സാറേ അത് കണ്ണൻ സാറിൻ്റെ കുഞ്ഞാണെന്ന് ചോദിച്ചതും അതൊന്നും അറിയില്ല, എന്തായാലും അയാൾക്ക് ആ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഈ കുഞ്ഞിനെ കിട്ടിയെന്നാണ് പറഞ്ഞതും മാർക്കോ പറയുന്നുണ്ട്, ഏത് വേസ്റ്റിൻ്റെ കാര്യം സാറ് ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പോൾ ഈ SI ആണെങ്കിൽ ഫിഷക്കാരനോട് ചോദിക്കുന്നുണ്ട്, എവിടുത്തെ വേസ്റ്റിൽ നിന്നാണ് നിനക്ക് കുഞ്ഞിനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഈ ഫിഷക്കാരനാണെങ്കിൽ ആ ഒട്ടുപാല് മാർക്കോയ്ക്കൊക്കെ പറഞ്ഞു കൊടുത്ത ആ ഒരു വേസ്റ്റ് കൂമ്പാരത്തിൻ്റെ സ്ഥലം തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ടതും മാർക്കോ പറയുന്നുണ്ട്, സാറേ അത് കണ്ണൻ സാറിൻ്റെ കുഞ്ഞ് തന്നെയാണ്, ആ ഒട്ടുപാല കുഞ്ഞിനെ വേസ്റ്റിൻ്റെ എവിടെ ഉപേക്ഷിച്ചതെന്നാണ് പറഞ്ഞത്. അന്നേരം SI പറയുന്നുണ്ട്, എന്നിട്ട് ഒട്ടുപാല എവിടെയെന്ന് ചോദിക്കുമ്പം അവനെ ഞങ്ങൾ ഇടിച്ചൊരു പരുവാക്കി അവിടെ ഇട്ടിട്ടുണ്ട്, ഈ ഒട്ടുപാലിനെ ഇത് ഏൽപ്പിച്ചത് ആരാന്ന് ചോദിക്കുമ്പം അതൊക്കെ നമുക്ക് പതിയെ ചോദിച്ച് മനസ്സിലാക്കാം, എന്തായാലും കുഞ്ഞിനെ കൈ കിട്ടട്ടെ സാറേ, ഞങ്ങളിപ്പോൾ തന്നെ അങ്ങോട്ട് വരുവാന്നും പറഞ്ഞ് ഫോൺ വെച്ചിട്ട് അനന്തുവിനോട് പറയുന്നുണ്ട്, കുഞ്ഞിനെ കിട്ടി അനന്ത് സാറേന്ന്. ആ സമയത്ത് തന്നെ അനന്ത് പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ഇപ്പം തന്നെ കണ്ണനെ വിളിച്ച് വിവരം പറയട്ടെ എന്ന് പറയുമ്പം നിൽക്ക് സാറേ ഇപ്പം തന്നെ വിളിച്ച് വിവരം പറയണ്ട, നമ്മളുടെ കയ്യിൽ കുഞ്ഞിനെ കിട്ടിയിട്ട് വിവരം പറഞ്ഞാൽ മതി എന്ന് നോക്കട്ടെ, അത് കണ്ണൻ സാറിൻ്റെ കുഞ്ഞാണെന്ന് ഉറപ്പിച്ചിട്ട് പറയാമെന്ന്. അങ്ങനെ അനന്തവും മാർക്കോയും ആണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭഗവാനെ എൻ്റെ മോളെ എത്രയും പെട്ടെന്ന് തിരികെ തരണേ, ആ സിദ്ധിയായ അമ്മ മോൾക്ക് കാവലായിട്ട് എപ്പോഴും ഉണ്ടാവും എന്നാണ് പറഞ്ഞേ, എന്നിട്ട് ആ അമ്മയ്ക്കും എൻ്റെ മോളെ രക്ഷിക്കാൻ പറ്റിയില്ലേ, എൻ്റെ മോൾക്കൊന്നും സംഭവിക്കില്ല, എൻ്റെ മോളെ എത്രയും പെട്ടെന്ന് തിരിച്ച് തന്നെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലേഹ്യ അതുപോലെ തന്നെ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് ഈ ജാനമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്നാലും എൻ്റെ ഭഗവാനെ ഞാൻ എന്തിനാ ഇത്ര വലിയ ക്രൂരത ഈ മക്കളോട് ചെയ്തത്, ഇവരുടെ കണ്ണീര് കാണാൻ എനിക്ക് പറ്റണില്ലല്ലോ, സത്യങ്ങളെല്ലാം ഇവരോട് തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ടെങ്കിലും സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ എന്താവും, ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ പേടിച്ചവർ സങ്കടത്തോടുകൂടി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ലേഹ്യാണെങ്കിൽ ആ CCTV വീണ്ടും കാണാണ്. ആ സമയത്ത് ഈ ഹെൽമെറ്റ് വെച്ച ഒരാൾ കൃത്യമായിട്ട് വീട്ടിലോട്ട് കയറി വരുന്നതും കുഞ്ഞുമായിട്ട് ഇറങ്ങി പോണതൊക്കെ ലേഹ കാണുന്നുണ്ട്. അപ്പോൾ ലേഹയ്ക്ക് മനസ്സിലൊരു സംശയം തോന്നുന്നുണ്ട്, ഇത്ര കൃത്യമായിട്ട് ഞാൻ കുളിക്കാൻ കയറിയ സമയത്ത് തന്നെ അയാൾ വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ എന്തായിരിക്കുമോ കാരണം, ഇനിയിപ്പോൾ ജാനമ്മയുടെ അറിവോടുകൂടിയായിരിക്കുമോ അയാൾ കുഞ്ഞിനെ കൊണ്ടുപോയത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ സമയത്ത് വാതിൽ തുറന്നിട്ടിട്ട് ജാനമ്മയ്ക്ക് അടുക്കളയിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ, മോൾക്ക് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്ത് മോളെ ഉറക്കി കിടത്തിയതല്ലേ, ആ സമയത്ത് തന്നെ ജാനമ്മ അടുക്കളയിലേക്ക് പോയതും അയാൾ കൃത്യമായി വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ജാനമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ജാനമ്മേനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ആ ഡോറ് തുറന്നിട്ട്
തുറന്നിട്ടിട്ട് അടുക്കളയിലേക്ക് പോയത് എന്തിനാ? അയാൾക്ക് കൃത്യമായിട്ട് വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാനാണോ? അയാൾ എങ്ങനെയാണ് കൃത്യസമയം മനസ്സിലാക്കിയത്? ഞാൻ കുളിക്കാൻ പോയ ആ കറക്റ്റ് സമയത്തിന് തന്നെയല്ലേ അയാൾ വന്നതും നിങ്ങൾ അടുക്കളയിലേക്ക് പോയതും ഡോറ് തുറന്നിട്ടതെല്ലാം? അപ്പം നിങ്ങൾ മനഃപൂർവ്വം അയാൾക്ക് കയറി കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി ഡോറ് തുറന്നിട്ടതാണോ? അത് കേട്ടതും ജാനമ്മയാണെങ്കിൽ ശരിക്കും പേടിച്ച് പോകുന്നുണ്ട്. എൻ്റെ ഭഗവാനെ, ഈ മോൾക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ആ സമയത്ത് ജാനമ്മ പേടിയോടുകൂടി തന്നെ പറയുന്നുണ്ട്, ഇല്ല മോളെ, ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ച് വാതിൽ തുറന്നിട്ടതല്ല, ഞാൻ വെറുതെ വാതിൽ തുറന്നിട്ടതാണ്. അപ്പോഴാണ് പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് പാലെടുക്കണം എന്ന് ഓർത്തത്. അങ്ങനെ ഞാൻ പോയപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്നൊന്നും വിചാരിച്ചില്ല മോളെ എന്ന് പറയുമ്പം ലേഖ പറയുന്നുണ്ട്, അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ കുളിക്കാൻ കയറി, അത് കഴിഞ്ഞ് നിങ്ങളോട് കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങിക്കിടക്കണ കുഞ്ഞിന് പാലെടുക്കാനായിട്ട് നിങ്ങൾ അടുക്കളയിലേക്ക് പോയി, അതും വാതിൽ തുറന്നിട്ടിട്ട് ആ കൃത്യസമയത്തിന് അയാൾ വന്ന് കുഞ്ഞിനെയും കൊണ്ടുപോയി. അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല എന്നാണോ നിങ്ങൾ പറയണേന്ന് ചോദിക്കുമ്പം ഈ ജാനമ്മയാണെങ്കിൽ പേടിയോടുകൂടി ഇങ്ങനെ ലേഖയെ നോക്കുന്നുണ്ട്. അപ്പോൾ ലേഖ പറയുന്നുണ്ട്, നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഇപ്പം തന്നെ പോലീസ് വരും, പോലീസ് ചോദ്യം ചെയ്യുന്നത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, അന്നേരം നിങ്ങൾക്ക് സത്യങ്ങൾ എന്തായാലും പറയേണ്ട വരുമെന്ന്. അത് കേട്ടതും ജാനമ്മയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണീനെയും കരുണേനെയാണ്. കരുണയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, കുഞ്ഞിനെക്കുറിച്ച് ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല ഉണ്ണിയേട്ടാ, ഇനിയിപ്പോൾ വിവരം കിട്ടിയിട്ടും കാര്യമില്ല, ഇത്ര സമയമായില്ലേ, എന്തായാലും ആ കുഞ്ഞിനെ അവർ കൊന്നിട്ടുണ്ടാവും. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, അങ്ങനെ ഉറപ്പിക്കാനൊന്നും പറ്റില്ല, ഇതിനു മുമ്പ് മഹാലക്ഷ്മി മരിച്ചു, മഹാലക്ഷ്മിയെ ചിത കൂട്ടി കത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജീവനോട് തിരികെ വന്നില്ലേ, അതുപോലെ തന്നെയായിരിക്കും ഇതും. അവരുടെ കുഞ്ഞല്ലേ, ആ കുഞ്ഞിനൊന്നും ഒന്നും സംഭവിക്കില്ല. അതുമാത്രമല്ല, ആ കുഞ്ഞും ദൈവത്തിൻ്റെ അവതാരമാണെന്ന് എനിക്ക് തോന്നണേന്ന്. അന്നേരം കരുണ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ അവതാരമായിട്ടില്ലേ, കുഞ്ഞിനെ കാണാതായിട്ട് എത്ര സമയമായി, ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. അവിടെ നിങ്ങളുടെ അമ്മയും പെങ്ങളും ഒരേ കരച്ചിലായിട്ട് പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ചിരിയാ വന്നത്. മരിച്ച കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, നീ എന്നാലും ഇത്രയ്ക്ക് ദുഷ്ടയാണോടി, നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, എന്നിട്ട് നീ വേറൊരാളുടെ കുഞ്ഞിൻ്റെ മരണമല്ലേ ആഗ്രഹിക്കണേന്ന് ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ളതൊക്കെ സത്യം, പക്ഷേ എൻ്റെ കുഞ്ഞ് മരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ആ കണ്ണൻ്റെയും ലക്ഷ്മിയുടെയും കുഞ്ഞ് മരിക്കണമെന്ന്. അത് കേട്ടതും ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി കരുണയെ നോക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ശരിക്കും ഇവളൊരു ദുഷ്ട തന്നെയാണ്, ഇവളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അതേ സ്വഭാവം തന്നെ ഇവൾക്ക് കിട്ടിയേക്കണം, ഇവളുടെ ചേച്ചിക്ക് ഇവളുടെ അമ്മയുടെ സ്വഭാവമാണ് കിട്ടിയേക്കണം, അതുകൊണ്ട് അവർക്ക് ആരുടെയും മരണം കാണണമെന്ന് ആഗ്രഹമില്ല. ഇനിയിപ്പോൾ ഇവളുടെ അടുത്ത് നല്ലോണം നിന്നില്ലെങ്കിൽ ഇവൾ വേണമെങ്കിൽ എന്നെയും കൊല്ലാൻ മടിക്കൂല, അത്രയ്ക്ക് ദുഷ്ട മനസ്സാണ് ഇവൾക്ക്. അതുപോലെ തന്നെ എനിക്ക് ജനിക്കണ കുഞ്ഞിനും ഇവളുടെ സ്വഭാവം തന്നെയായിരിക്കും കിട്ടാൻ പോണേന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും കുഞ്ഞിനെ അടുത്ത എപ്പിസോഡിൽ തന്നെ തിരികെ കിട്ടുകയും ചെയ്യും. അതോടുകൂടി കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് പ്രതാപൻ്റെ നിർദ്ദേശപ്രകാരമാണെന്നും അത് കരുണയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള സത്യങ്ങളെല്ലാം കമലേശ്വരത്തുള്ള എല്ലാവരും അറിയുകയും ചെയ്യും. അതോടുകൂടി കണ്ണനും മഹാലക്ഷ്മിയും ചേർന്ന് ഉണ്ണീനെയും കരുണേനെയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.